ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നാമത്തെ ദിവസത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എക്സാമൊക്കെ ഇങ്ങ് അടുത്ത് വരികയല്ലേ. അപ്പോൾ കൂട്ടുകാർ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചോ? അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണുന്നില്ലേ? ഇവിടെ കൂട്ടുകാരുടെ പേര് എഴുതുക, തൊട്ടടുത്ത് കൂട്ടുകാരുടെ സ്കൂളിൻ്റെ പേരും എഴുതുക. ഇവിടെ കൂട്ടുകാരുടെ എക്സാം ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡേ 1, ക്ലാസ് 1, ടൈം 2 hours. 2 മണിക്കൂർ കൂട്ടുകാർക്ക് ടൈമുണ്ട്. അപ്പോൾ സാവധാനത്തിൽ എക്സാം എഴുതിയാൽ മതിയാകും കേട്ടോ. ഓരോ പ്രവർത്തനമായി നമുക്ക് നോക്കാം. പ്രവർത്തനം 1, ഉണ്ണിയുടെ പൂന്തോട്ടം. നിറം കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. നിറം കൊടുക്കാനാണ്. അപ്പോൾ കൂട്ടുകാർ കളർ ബോക്സ് ഒന്നും എടുക്കാൻ മറക്കല്ലേ. മനോഹരമായ നിറം വേണം കൂട്ടുകാർ ചിത്രത്തിന് കൊടുക്കാൻ. അതുമാത്രമല്ല, അനുയോജ്യമായ നിറങ്ങൾ വേണം ഓരോ ചിത്രങ്ങൾക്കും കൂട്ടുകാർ കൊടുക്കാനായിട്ട്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിറം കൊടുത്തോളൂ. ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ. ഉണ്ണിയുടെ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തൊക്കെയാ പൂന്തോട്ടത്തിൽ കാണാൻ കഴിയുന്നത്? മനോഹരമായ ഒരു മാവ് നിൽപ്പുണ്ട്. അതിൽ നല്ല പഴുത്ത മാമ്പഴമുണ്ട്. അണ്ണാൻ അതിനെ കഴിക്കുകയാണല്ലേ. പിന്നെ തത്തമ്മ, 2 തത്തമ്മ പറന്നു പോകുന്നുണ്ട്. പിന്നെ ചിത്രശലഭങ്ങളുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്, സൂര്യകാന്തിപ്പൂവുണ്ട്, മുല്ലപ്പൂവുണ്ട്. പിന്നെ അങ്ങ് അകലെ നീലമലകളുണ്ട്. പിന്നെയോ നമ്മുടെ ഉണ്ണി നിൽപ്പുണ്ടല്ലേ കൂട്ടുകാരെ. അതെ. പ്രവർത്തനം 2, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. വരികൾ കൂട്ടിച്ചേർക്കാം. കൂട്ടുകാർ കണ്ടായിരുന്നോ? ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം. ഇവിടെ മനോഹരമായ 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വരികൾ കൂട്ടുകാർ തന്നെ കൂട്ടിച്ചേർത്ത് എഴുതണം. നമുക്ക് പാടി നോക്കാം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, കിളികൾ പാടും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, വണ്ടുകൾ മൂളും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, ശലഭം പാറും പൂന്തോട്ടം. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ ഇതുപോലെ ഇനി 4 വരി കൂട്ടുകാർ എഴുതി നോക്കൂ. പ്രവർത്തനം 3, പൂക്കൾ പലതരം. നിറം നൽകാം, തരംതിരിക്കാം. കൂട്ടുകാരെ, ഇവിടെ നോക്കൂ. തുമ്പ, ചെമ്പരത്തി, കോളാമ്പി, ശംഖുപുഷ്പം, പനിനീർ, സൂര്യകാന്തി, തെച്ചി, മുല്ല, കണിക്കൊന്ന, കാക്കപ്പൂവ്. ഇവയ്ക്കൊന്നും നിറമില്ലല്ലോ. ഇവയ്ക്ക് നമുക്ക് നിറം കൊടുക്കാം. കൊടുത്തോളൂ. ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ. അതെ അതെ. ഇനി നമുക്കിവയെ തരംതിരിക്കാം. ചുവന്ന പൂക്കൾ, വെള്ളപ്പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, നീലപ്പൂക്കൾ. ഏതൊക്കെയാണ് ചുവന്ന പൂക്കൾ? തെച്ചി, ചെമ്പരത്തി, പനിനീർ. ഇനി വെള്ളപ്പൂക്കളോ? മുല്ല, തുമ്പ. ഇനി മഞ്ഞപ്പൂക്കളോ? കോളാമ്പി, സൂര്യകാന്തി, കണിക്കൊന്ന. ഇനി നീലപ്പൂക്കളോ? ശംഖുപുഷ്പം, കാക്കപ്പൂവ്. കൂട്ടുകാരെ എഴുതിയോ? എഴുതിയല്ലേ? ആക്ടിവിറ്റി 4, വാവ്, പൂക്കളം. ഡ്രോ ഫ്ലവേഴ്സ് ഇൻ ദി പൂക്കളം. പൂക്കളത്തിനകത്ത് പൂക്കളെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ വരയ്ക്കല്ലേ. ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. അത് നോക്കി വേണം കൂട്ടുകാർ വരയ്ക്കാൻ. 2 റെഡ് ഫ്ലവേഴ്സ് ഇൻ ദി സെൻറ്റർ. നടുവിലുള്ള വൃത്തം കാണുന്നില്ലേ? അവിടെ 2 ചുവന്ന പൂക്കൾ വരയ്ക്കണം. വരയ്ക്കാം. ഹായ്. 5 യെല്ലോ ഫ്ലവേഴ്സ് ഇൻ ദി സെക്കൻഡ് റൗണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ 5 മഞ്ഞ പൂക്കൾ വരയ്ക്കണം. വരച്ചോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇനിയോ? 12 ബ്ലൂ ഫ്ലവേഴ്സ് ഇൻ ദി തേർഡ് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ 12
നീല പൂക്കൾ വരയ്ക്കണം. വരച്ചോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇനി നോക്കിയേ, 9 ഓറഞ്ച് ഫ്ലവേഴ്സ് ഇൻ ദി ലാസ്റ്റ് റൗണ്ട്. ലാസ്റ്റ് റൗണ്ട് കണ്ടില്ലേ കൂട്ടുകാരെ? അവസാനത്തെ വട്ടം. അതിനുള്ളിൽ 19 ഓറഞ്ച് ഫ്ലവേഴ്സിനെ വരയ്ക്കണം. വരച്ചോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ കൂട്ടുകാരെ? അതെ അതെ. അപ്പോൾ നമ്മുടെ പൂക്കളം ഇവിടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് യുനൈസ് കോഡ്. യുനൈസിന് ലഭിച്ച പൂക്കൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കൗണ്ട് ദ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ്. ഫ്ലവേഴ്സ് എണ്ണി നമുക്കവിടെ എഴുതണം. ആദ്യം നമുക്ക് ഇവയ്ക്ക് നിറം കൊടുക്കാം. ആദ്യം ചെമ്പരത്തി, ഹിബിസ്കസ്. രണ്ടാമത്തേതോ ബട്ടർഫ്ലൈ പീ, ശംഖുപുഷ്പം. അതിന് നമ്മൾ നിറം കൊടുത്തു. ഇനി ഗോൾഡൻ ട്രംപറ്റ്, കോളാമ്പിപ്പൂവിനും നമ്മൾ നിറം കൊടുത്തു. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ കൂട്ടുകാരെ? ഇനി ഹിബിസ്കസ്, ചെമ്പരത്തിപ്പൂവ് എത്ര എണ്ണം ഉണ്ടെന്ന് കൂട്ടുകാർ കൗണ്ട് ചെയ്ത് എഴുതണം. എഴുതിക്കൊള്ളൂ. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ ഹിബിസ്കസ് എത്ര എണ്ണം ഉണ്ട്? 8. നെക്സ്റ്റ് ശംഖുപുഷ്പമോ? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. എത്ര എണ്ണമാണുള്ളത്? ശംഖുപുഷ്പം 14 എണ്ണമുണ്ട്. ഇനി കോളാമ്പിപ്പൂവോ? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12. 12 കോളാമ്പിപ്പൂവ് ഉള്ളത്. അപ്പോൾ കോളാമ്പിപ്പൂവും എണ്ണി എഴുതിയല്ലോ. ഇനി നോക്കി, വിച്ച് ഫ്ലവർ ഡിഡ് യുനൈസ് ഗെറ്റ് ദ മോസ്റ്റ്? യുനൈസിന് ഏറ്റവും കൂടുതൽ ലഭിച്ച പൂവ് ഏതാണ്? അതെ, ശംഖുപുഷ്പം. എത്ര എണ്ണമാണ്? 14 എണ്ണം ലഭിച്ചു അല്ലേ? നെക്സ്റ്റ്, വിച്ച് ഫ്ലവർ ഡിഡ് യുനൈസ് ഗെറ്റ് ലീസ്റ്റ്? ഏറ്റവും കുറവ് എത്രയാണ് കിട്ടിയത്? അല്ലെങ്കിൽ ഏത് പൂവാണ് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ പൂവ്? യെസ്, ഹിബിസ്കസ് ആണല്ലേ. ചെമ്പരത്തി പൂവാണ് ഏറ്റവും കുറച്ച് കിട്ടിയത്. എത്ര എണ്ണമാണ് കൂട്ടുകാരെ? 8 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസാണ് കൂട്ടുകാർക്കുണ്ടായിരുന്നത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ? കൂട്ടുകാരെല്ലാവരും നല്ല ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.